നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഡോമിൻ്റെ 7ാം ഭാഗത്തേക്ക് നമുക്ക് തുടങ്ങാം. അല്ലെ, 7ാം ഭാഗം. നമ്മളിന്ന് നിങ്ങൾ എന്ന് കണ്ടിട്ടുണ്ടോ? ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് എന്നാണ് നമ്മൾ ആക്ച്വലി ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് നമ്മുടെ HTML ടെംപ്ലേറ്റ് ബേസിക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഫംഗ്ഷൻ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി നിങ്ങൾ പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട്. ഈ എന്നാൽ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഈ ഫംഗ്ഷനിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഫംഗ്ഷനിലാണ് ഈ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിരിക്കുന്നതും. നിങ്ങൾ പരിചയമുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റുമോ, പേരിട്ട് അത് വർക്ക് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എന്താണ് എന്നാൽ ഈ ഒരു വസ്തുവാണ്. ജാവാസ്ക്രിപ്റ്റ് ഈവൻസിനെ പറ്റി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റ് ഈവൻസിനെ പറ്റി. ഓക്കെ, ഒരു ഈവൻറ്റിൻ്റെ അകത്ത്, അതായത് ജാവാസ്ക്രിപ്റ്റ് ഈവൻറ്റിൻ്റെ അകത്തെ ഒരു ഒബ്ജക്റ്റ് ഈ നമ്മുടെ ഈവൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം നമുക്ക് തിരിച്ചു തരും. അതായത് ജാവാസ്ക്രിപ്റ്റ് ഈവൻസിൻ്റെ അകത്തെ ഒരു ഒബ്ജക്റ്റാണ് ഓക്കെ, നമ്മുടെ ഈവൻറ്റ്, നമ്മൾ എന്ത് ഈവൻ്റാണോ ചെയ്തിരിക്കുന്നത് ആ ഈവൻറ്റിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് തിരിച്ചു തരും. ഇത് ഫംഗ്ഷനിൽ പാരാമീറ്റർ കൊടുക്കുന്നിടത്താണ് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈവൻ്റ് എന്താണെന്നുള്ളത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രവൃത്തി യൂസർ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് യൂസർ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം കൊടുക്കണം. അതായത് ഒരു ഈവൻറ്റ് നടക്കുമ്പോൾ ഒരു ഈവൻറ്റ് ഹാൻഡിലർ വഴി, അതായത് എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു യൂസർ ഒരു മൗസിലോ എന്തെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരു ബട്ടണിലോ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് കൊണ്ട് സ്ക്രോൾ ചെയ്യുമോ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഒരു ഈവൻ ഹാൻഡിലർ വഴി, ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി ഉള്ളതാണ്, ഈവൻ ഹാൻഡിലർ വഴി ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം ആക്ച്വലി വരുന്നത്. അപ്പം നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഞാനിവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്താണെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു H1 ഇട്ടു. H1 ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഞാൻ ഇതിനൊരു ID കൊടുക്കണം. ID കൊടുത്തു. IDക്ക് നമുക്ക് ഹെഡ് എന്ന് കൊടുക്കാം. ഹെഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഹലോ എന്ന് എഴുതാൻ പോകാട്ടോ. ഒരു മിനിറ്റ്, HELLO ഹലോ എന്ന് ഞാൻ എഴുതി. ഞാനിത് ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഹലോ എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ എല്ലാ കളികളും നടക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലാണ്. നമുക്ക് ഫസ്റ്റ് ഈ ഹലോനെ സെലക്ട് ചെയ്ത് നമുക്കൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് ഹെഡിങ്, നമ്മുടെ വേരിയബിളിൻ്റെ പേര് ഹെഡിങ് എന്ന് കൊടുത്തു. ഹെഡിങ് അസൈൻ എന്താണ്? ഡോക്യുമെൻറ്റ് ഡോട്ട് കൊറി സെലക്ടർ വെച്ച് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ID നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കാൻ പോവാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ID? ഇപ്പോൾ കൊടുത്ത ID നോക്കട്ടെ. ID ഹെഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഹെഡ് കൊടുക്കാം. ഹെഡ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ID എടുത്തിട്ടുണ്ട്, ഹെഡ്. ഓക്കെ, സെക്കൻഡ് ലൈനിലേക്ക് ഇട്ടേക്കാം. ഇനി എന്താണ്? ഇനി ആക്ച്വലി നമുക്ക് ഒരു ഈവൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ സംതിങ് നടക്കണം. ഈ ഹലോയെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഒരു ഈവൻറ്റ് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിളിനെ ഞാൻ വിളിക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വിളിക്കാം ഹെഡിങ് ഡോട്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ ഈവൻ ലിസ്റ്റണർ ആഡ് ചെയ്യണം. ആഡ് ഈവൻ ലിസ്റ്റണർ. ഇതേപ്പറ്റി മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് പോയി കാണുക. ഈവൻ ലിസ്റ്റണർ എന്താണെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ ക്ലിക്ക് എന്ന് കൊടുക്കുന്നു. ക്ലിക്ക്, കാരണം നമ്മുടെ ഈവൻ്റ് എന്താണ്? ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. ക്ലിക്ക് ഈവൻ്റാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം. ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു അനോണമസ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ നമ്മൾ. ഓക്കെ, ഫംഗ്ഷൻ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എന്ത് കൊടുക്കണം? ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് കൺസോൾ ഡോട്ട് കൊടുക്കുകയാണ്. കൺസോൾ ഡോട്ട് ലോഗ്. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തു. ഇത്രയും ഞാൻ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റ് വരുവാണ്. ഇൻസ്പെക്റ്റ് വന്നിട്ട് കൺസോൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിനാൽ ഒന്നും എനിക്ക് വരുന്നില്ല, ഒന്നും വർക്ക് ചെയ്യണില്ല. ഓക്കെ, നത്തിങ് ഹാപ്പൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ എന്നുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നത്.
അതായത് ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് വസ്തുവിനെ കൊടുക്കുന്നത്. ഈ വസ്തു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം, ആ ഒരു ഈവൻറ്റ് സംബന്ധിച്ച സകല ഇൻഫർമേഷനും നമുക്ക് തിരിച്ചു തരും. ഓക്കെ, നമുക്ക് ആ ഈവൻസിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഈ ഒബ്ജക്റ്റ് പറഞ്ഞു തരും, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നിടാം, അല്ലെങ്കിൽ ഈവൻസ് നിടാം, എന്ത് വേണേലും ഇടാം. ഓക്കെ, ഈവൻസ്. എനിക്ക് ഇവിടെ എൻ്റെ പേരിട്ടാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യും. ഓക്കെ, ഈ എന്ന് പറഞ്ഞ് പിന്നെ നാട്ടുകാർ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്, ഈ എന്ന് പറഞ്ഞ സാധാരണ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ്, എല്ലാവരും ഈവൻറ്റിന് വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്നതാണ്, സകല ആളുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് console.logൻ്റെ അകത്ത് ഈ വിളിച്ചിട്ട് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, എനിക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സംബന്ധിച്ച സകല വിവരങ്ങളും എനിക്ക് ഇത് പറഞ്ഞു തരുന്നുണ്ട്. മൗസ് ഈവൻറ്റ് ഇപ്പോൾ ഇത് ട്രൂ ആണ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും എന്തോരം കാര്യങ്ങളാണ് പറഞ്ഞു തന്നേക്കണേ നോക്കി, എന്തോരം ഇതിൻ്റെ അകത്ത് ഇതൊക്കെ നമുക്ക് ആക്സസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ, ഇത് ആക്ച്വലി നമ്മൾ ഫംഗ്ഷൻ്റെ അകത്തിടുന്ന ഈ സാധനം ഫംഗ്ഷൻ്റെ അകത്തിടുന്ന ഒരു ഒബ്ജക്റ്റാണ് ആക്ച്വലി. ഓക്കെ, പാരാമീറ്റർസ് പാസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ആക്ച്വലി ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഒരു വസ്തുവിനെ, അതായത് നമ്മളുടെ ഈവൻറ്റിനെ സംബന്ധിച്ച സകല ഇൻഫർമേഷനും ഈ ജാവാസ്ക്രിപ്റ്റ് ഈവൻറ്റ് ഒബ്ജക്റ്റ് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, നമ്മുടെ ഈവൻറ്റിനെ സംബന്ധിച്ച സകല ഇൻഫർമേഷനും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചേഞ്ചസ് വേണേലും വരുത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കോ എന്തൊക്കെ കാര്യങ്ങളോ നോക്കിക്കോ, ഇത് കണ്ടോ, ടൈപ്പ് എന്താണ്, ഇത് കണ്ടോ, ടൈപ്പ് ക്ലിക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ കുറേ പ്രോപ്പർട്ടീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ കണ്ട, H1, അതുപോലെ എലമെൻറ്റ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, വെബ്സൈറ്റിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് ടെസ്റ്റാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ ടെസ്റ്റ് ഹലോ എന്നാണെന്നുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഇൻഫർമേഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഈവൻറ്റിനെ സംബന്ധിച്ച എല്ലാ ഇൻഫർമേഷനും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈയുടെ ടാർഗറ്റ് വഴി ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് വഴി കിട്ടും. ഈ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ ഇവിടെ കൊടുക്കാൻ പോവാണ്, ടാർഗറ്റ്. ഞാൻ ടാർഗറ്റ് കൊടുത്തു. അതായത് ഞാൻ എന്നാ പറഞ്ഞാൽ നമ്മുടെ ഈവൻസിനെ സംബന്ധിച്ച സകല ഇൻഫർമേഷൻ നമുക്ക് എന്നുള്ള ഇത് പറഞ്ഞു തരും. അത് മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചേഞ്ചസ് വരുത്താനും പറ്റും, അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടും എന്നുള്ള ഞാൻ പറഞ്ഞു തന്നു. ടാർഗറ്റ് വെച്ച് ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യാൻ പോകും. ടാർഗറ്റ് വെച്ച് സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ട ലിസ്റ്റില്ലേ, ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഇന്നർ ടെസ്റ്റ് എന്നുള്ളത് ഒരു പ്രോപ്പർട്ടി, ഇന്നർ HTML ഇന്നർ ടെസ്റ്റോ, നമുക്ക് ഇന്നർ HTML എന്ന് കൊടുക്കാം. ഇന്നർ HTML എന്നുള്ള പ്രോപ്പർട്ടി ഞാൻ എടുക്കുവാണ്, ഇന്നർ HTML. ഇപ്പോൾ നമ്മൾ കണ്ടതാട്ടോ അവിടെ. ഓക്കെ, ആൻസൈൻ നമുക്കിവിടെ എന്ത് കൊടുക്കണം, ഞാനിവിടെ ഹലോ രഹിൽ എന്ന് കൊടുത്തുന്നു, REHL രഹിൽ. ഓക്കെ, കണ്ടോ, ഹലോ രഹിൽ, സിമ്പിളാണ്, ഹലോ രഹിൽ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഈ ഒരു ഇതൊരു പാരാമീറ്റർ തന്നെയാണ് ആക്ച്വലി. ഇത് ഈവൻസിനെ സംബന്ധിച്ച സകല ഇൻഫർമേഷനും കിട്ടാൻ വേണ്ടി നമ്മൾ ഇടുന്നതാണ്. ഈ അനോണമസ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യുവാണ്. കണ്ടോ, ഒരു ഈവൻറ്റ് എന്നാണ് ഇതിനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈവൻറ്റിനെ സംബന്ധിച്ച സകല ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഇതൊരു ഒബ്ജക്റ്റാണ് ആക്ച്വലി. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ എൻ്റെ പേര് എഴുതിയാലും ഇത് വർക്ക് ചെയ്യും. REHL രഹിൽ എന്ന് കൊടുത്തു. ഓക്കെ, REHL രഹിൽ. ഓക്കെ, കണ്ടോ, രഹിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം മാറി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്കത് രസകരമായ മറ്റൊരു കാര്യം കാണാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. console.log രഹിൽ. ഓക്കെ, രഹിൽ അല്ലേ, കണ്ടോ, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് രസകരമായി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ക്ലിക്കാണ് നോക്കിയത്, ഒരു ക്ലിക്ക് ഇവൻ്റാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിൻ്റെയാണ് നോക്കിയത്. നമുക്കിനി കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് നടക്കും എന്നുള്ളത്, കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റെസ്പോൺസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ ഇതൊക്കെ നമുക്കൊന്ന് എടുത്ത് കളഞ്ഞേക്കാം, ഇതും ഒന്ന് എടുത്ത് കളഞ്ഞേക്കാം, ഈ എന്നുള്ള സംഭവമൊക്കെ നമുക്കൊന്ന് മാച്ച് കളഞ്ഞേക്കാം. ഓക്കെ,
ഞാനിവിടെ വന്നിട്ട് ഈ h1 പകരം ഞാനൊരു ഇൻപുട്ട് കൊടുക്കാൻ പോകാം. നമുക്കൊരു ഇൻപുട്ട് വാങ്ങാം, യൂസറിൻ്റെ കയ്യിൽ നിന്നൊരു ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ID ഞാൻ അതിനൊരു ID കൊടുക്കുവാണ്. ID നമുക്ക് എന്ത് കൊടുക്കണം? ഇൻപുട്ട് ടെസ്റ്റ് എന്ന് ഞാൻ ID കൊടുത്തു, ഇൻപുട്ട് ടെസ്റ്റ്. ഓക്കെ, ഇൻപുട്ട് ടെസ്റ്റ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ടൈപ്പ് കൊടുക്കാം, ടൈപ്പ് നമുക്ക് എന്ത് കൊടുക്കണം? ടെസ്റ്റ് എന്ന് കൊടുക്കാം, ടെസ്റ്റ്. ഓക്കെ, എനിക്ക് വേണേൽ നെയിം കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. ഓക്കെ, HTML അറിയില്ലാത്തവർ പോയി കണ്ടാൽ മതി. നെയിം ടെസ്റ്റ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കോളം കിട്ടി, ഇൻപുട്ട് ടൈപ്പ് ചെയ്യണ കോളം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഞാൻ ഈ സാധനം ജാവാസ്ക്രിപ്റ്റ് വഴി സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് ഞാനിവിടെ വന്നിട്ട് കോൺസ്റ്റ് ഇൻപുട്ട് ഇൻഫോർമേഷൻ എന്ന് കൊടുത്തു. ഇൻപുട്ട് കിട്ടുന്ന ഇൻഫർമേഷനുള്ള വലിയൊരു വേരിയബിൾ നെയിം കൊടുത്തു. അസൈൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ കിട്ടിയ നമ്മുടെ ഇൻപുട്ട് ഉണ്ടല്ലോ, നമുക്കിതിൻ്റെ ID എടുത്ത് കൊടുക്കാം. ഓക്കെ, എഡിറ്റ്, കോപ്പി, എഡിറ്റ്, പേസ്റ്റ്. ഓക്കെ, ഞാൻ ID എടുത്ത് കൊടുത്തു. ഇപ്പം നമുക്ക് ഇൻപുട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഞാൻ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആഡ് ഇവൻറ്റ് ലിസണർ, ഇതിൻ്റെ അകത്തേക്ക് ഒരു ഈവൻറ്റ് ലിസൺ ചെയ്യുന്നത് നമുക്ക് കൊടുക്കാം. എന്ത് ഈവൻറ്റാണ് നമ്മൾക്ക് ലിസൺ ചെയ്യേണ്ടത്? നമുക്ക് ഓൺ സ്ക്രോൾ വേണോ, ക്ലിക്ക് വേണോ, എന്ത് വേണേലും നമുക്ക് തീരുമാനിക്കാം. എന്ത് പ്രവൃത്തിക്കാണോ തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ള, യൂസർ എന്ത് കാര്യമാണോ വെബ്സൈറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് റെസ്പോൺസാണ് തിരിച്ച് കൊടുക്കേണ്ടതെന്നുള്ള നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ഈവൻറ്റ് ലിസൺ, എന്ത് ഈവൻ്റ് ആണോ അത് നമുക്കൊന്ന് ജാവാസ്ക്രിപ്റ്റ് വഴി ഒന്ന് ലിസൺ ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇൻപുട്ട് ഇൻഫർമേഷൻ എന്നുള്ള നമ്മുടെ വേരിയബിൾ ഇപ്പോൾ ഇത് വെച്ച് സെലക്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് എന്നിട്ട് ഞാൻ ആ വേരിയബിൾ വിളിച്ചിട്ട് ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസണർ എന്നുള്ളത് നമ്മൾ കൊടുത്തു, ആഡ് ഇവൻറ്റ് ലിസണർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം എന്ത് ടൈപ്പ് ഈവൻ്റ് ആണെന്നുള്ളത്, നമുക്ക് എന്ത് ടൈപ്പ് ഈവൻ്റ് ആണ്, ഞാൻ കീ അപ്പ് എന്ന് പറഞ്ഞൊരു ഈവൻറ്റ് കൊടുത്തു. അതായത് നമ്മുടെ കീബോർഡ് ടൈപ്പ് ചെയ്യണതിൻ്റെ ആട്ടോ ഒരു സംഭവം കേട്ടോ ഈ ഈവൻറ്റ്. ഒരു മിനിറ്റ്, ഇതിലേക്ക് മൗസ് കൊണ്ട് വെച്ചാൽ ഇൻഫർമേഷൻ കാണിക്കേണ്ടതാണ്. ഇതെന്താണ് സെലക്ട് ആകുന്ന എന്നാ അത്? ഇൻഫർമേഷൻ കാണിക്കുന്നില്ല, എന്തെങ്കിലും ആട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇനി ഒരു സർട്ടൺ ഫംഗ്ഷൻ റൺ ചെയ്യണം. അതായത് ഈ കീബോർഡ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഞാനൊരു ഫംഗ്ഷൻ കൊടുത്തു, ഈ ഫംഗ്ഷനാണ് റൺ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ താഴെ വന്നിട്ട് ആഡ് ഇവൻറ്റ് ലിസണർ ഇതൊന്ന് താഴത്തേക്ക് ആക്കിയേക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ താഴെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് ഈയുടെ ഉപയോഗം എന്താണെന്നും കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ പറ്റും. ഫംഗ്ഷൻ മൈ ഫൺ, ഇപ്പോൾ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ഞാനിവിടെ എടുത്തു കൊടുത്തു, മൈ ഫൺ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തു, ഓക്കെ, കൊടുത്ത ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസോൾ ഡോട്ട് ലോഗ് നമുക്ക് കൊടുത്തു നോക്കാം, ഓക്കെ. ഞാനിവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റ് വന്ന് കൺസോളിൽ വന്നിട്ട് cannot read property event listener of null at. ഓക്കെ, ഇത് ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഞാൻ ഇവിടെ ആക്ച്വലി എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ഞാനിവിടെ ഈ CSS സെലക്ടർ ആയതുകൊണ്ട് ഞാൻ ഈ #ടാഗ് ഇട്ട് കൊടുക്കാറില്ല. ഓക്കെ, ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അത് കൊടുത്തു. ഇവിടെ കീ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഞെക്കുമ്പോൾ കിട്ടുന്ന ആ ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ പ്രസ് ചെയ്തു, കണ്ടോ? പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ കീ ലൊക്കേഷൻ 0 കണ്ടോ, എല്ലാം കിട്ടുന്നുണ്ട്. B പ്രസ് ചെയ്തു, കീ S പ്രസ് ചെയ്തു, D പ്രസ് ചെയ്തു, കണ്ടോ? അതിനനുസരിച്ച് എനിക്കിവിടെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തോരം കാര്യങ്ങളാണ് നോക്കിക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് കോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് കോഡ് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആക്ച്വലി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? കൺസോൾ ഡോട്ട് ലോഗ് നമുക്ക് ആദ്യം അടിക്കാം, കാരണം നമുക്ക് കൺസോളിൽ കാണണം. കൺസോൾ ഡോട്ട് ലോഗ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഡോട്ട് സ്പെസിഫിക് ആയിട്ട് എന്ത് ടാർഗറ്റ് ആണോ എടുക്കേണ്ട ആ ടാർഗറ്റ് നമുക്കിവിടെ കൊടുക്കാം. ടാർഗറ്റ് ഡോട്ട് നമുക്ക് കോഡ് എന്ന് കൊടുക്കാം, കോഡ്. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ വന്നിട്ട് അൺഡിഫൈൻഡ് കണ്ടോ, അൺഡിഫൈൻഡ് ആണ് കാട്ടുന്നത്. ഓക്കെ, കോഡ്
കീ കൊടുക്കുക. കീ സ്പെസിഫിക് ആയിട്ട് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. e.target ടാർഗറ്റ് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് e.target ആണ് കൊടുക്കേണ്ടത്. ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുക്കാം. വാല്യൂ ഓക്കെ. കണ്ടോ എ ഡി കണ്ടോ? നമുക്ക് ഞാൻ ടൈപ്പ് ചെയ്യണതിനനുസരിച്ച് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ? അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇത് എ ഉണ്ടോ? എനിക്കിവിടെ വേണമെങ്കിൽ എൻ്റെ നെയിം കൊടുക്കാം. മാറി കേച്ചലി. കണ്ടോ? എനിക്കെല്ലാം കിട്ടും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഈയുടെ ഉപയോഗം എന്താണ്? നമുക്ക് ഈവൻസിൻ്റെ അകത്ത്, അതായത് നമ്മൾ കൊടുക്കുന്ന ഈവൻസിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളെ പറ്റിയുമുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ്, ഈ പാരാമീറ്ററിൽ പാസ് ചെയ്യണ ഈ ഒബ്ജക്റ്റ് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ഈ ഒബ്ജക്റ്റ്, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. എല്ലാ ഇൻഫർമേഷനും, നമ്മൾ ഇൻഫർമേഷൻ എല്ലാം കണ്ടൊരു വലിയ ലിസ്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഇൻഫർമേഷനെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചേഞ്ചസ് വേണേലും വരുത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ 2 എക്സാമ്പിൾസിൽ കണ്ടു കഴിഞ്ഞു. ഒന്ന് നമ്മൾ പേര് മാറ്റി, 2 നമ്മൾ വാല്യൂ ഇവിടെ നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്യണ വാല്യൂസ് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി. ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ പ്രത്യേകിച്ച് ഇപ്പം വലുതായിട്ടൊന്നും പറയാൻ തന്നെ ഇല്ല. ഓക്കെ, ഇതിനെപ്പറ്റി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തോ ഒരു കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീ ഉണ്ട്, എന്തൊക്കെയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഓക്കെ, കീ അപ്പ് ടൈപ്പ് കണ്ടോ? കീ അപ്പ് നമ്മൾ നേരത്തെ എന്തായിരുന്നു ടൈപ്പ്? ക്ലിക്കായിരുന്നു. ഓക്കെ, ഉണ്ടോ? ബോഡി ഉണ്ടോ? കീ ജെ ആണ്. ഓക്കെ, കീ ജെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഡോട്ട് കോഡ് എന്ന് കൊടുത്തു നോക്കാം. എന്താ സംഭവം എന്നെന്ന് അറിയാലോ. വെറും കോഡ് എന്ന് കൊടുത്തു നോക്കാം. കോഡ് കണ്ടോ ഏത് കീ ആണെന്നുള്ളതും കൂടി പറയുന്നുണ്ട്. കീ എൽ, കീ ഡബ്ല്യു, കീ ഇ, കീ ആർ. ഓക്കെ, അതുപോലെ തന്നെ കീ എന്നുള്ളത് കൊടുത്തു നോക്കാം. വെറും കീ എന്നുള്ളത്. ഇതെല്ലാം ഞാൻ എവിടെ നിന്ന് എടുത്തതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ ഈ കീന്നും കോഡും ഒക്കെ ഉള്ളത് എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഈനെ കൺസോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള എന്തൊക്കെ മാനിപ്പുലേഷൻ നടത്താവോ അതൊക്കെ ഇതിൻ്റെ അകത്ത് വരും. കണ്ടോ? ഇതിനെപ്പറ്റിയുള്ള ഈ ഈവൻറ്റിനെ പറ്റിയുള്ള സർവ്വ ഇൻഫർമേഷനും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് ഞാൻ ഈ കോഡും ഇതെല്ലാം കണ്ടുപിടിച്ചത്. കണ്ടോ? കോഡ്, അതുപോലെ തന്നെ കീ എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു, കീ ടൈപ്പ് കണ്ടുപിടിച്ചു, ഇന്നർ ടെസ്റ്റ് ഇന്നർ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടത്? എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നി ഇതിനെപ്പറ്റി. ഓക്കെ, ഇതിൻ്റെ പകരം നിങ്ങൾക്ക് എന്തും എഴുതാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.